വയനാട് ദുരന്തം എല്ലാവർക്കും അറിയും. സങ്കടം ഈടത്തോളം പോയിട്ട 300 മീത്തക്ക് മരണപ്പെട്ടുപോയി. കുറെ ആള് മിസ്സിംഗ് ആയിട്ടുണ്ട്. ആ ബിസി എടുക്കാതിരിക്കുന്നത് നല്ലത്. സത്യം പറഞ്ഞു എല്ലാവർക്കും റീൽസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ന്യൂസിൽ വന്നിട്ട് എല്ലാവർക്കും അറിയോ. സ്വാഭാവികം നമ്മളൊരു ഡാമുണ്ട്, മുല്ലപ്പെരിയാർ ഡാം. ആ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയെങ്കിൽ 5-6 ജില്ല പോകും. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ പോകും. അത് പോയപ്പിന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ജനങ്ങൾ അങ്ങനായി ഇങ്ങനായി നിർത്തി പോന്നാട്ടി മുമ്പ് ചിന്തിക്കണം. എന്തെല്ലോ റോഡിന് ഇതിലേക്ക് നിർത്തി ഫണ്ട് പാസ്സാകുന്നുണ്ട്. ഇതിലേക്കെല്ലാം ഫണ്ട് പാസ്സായിട്ട് ഇവിടെ ജനങ്ങളില്ലെങ്കിൽ എന്ത് കാര്യം? അതിലേക്ക് ഞമ്മക്ക് മെയിനായിട്ട് വേണ്ടത് ആ മുല്ലപ്പെരിയാർ ഡാം ശരിയാക്കേണ്ടത്. ഒരു ഡാമിന്റെ കാലാവധി 50 വർഷം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് 120 സംതിങ് ആയി. അത് പൊട്ടിയെങ്കിലുള്ളത് നിലയിൽ നിങ്ങൾക്ക് അറിയോ, ഒരു കേരളത്തിന് പകുതി ഇല്ലാണ്ടായി പോകും. 5-6 ജില്ല എന്നില്ലെങ്കിൽ ഏടുക്കെത്തി. അപ്പൊ ഇതിലൊക്കെ ഒരു വ്യവസ്ഥ ആക്കണം. ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. പ്രധാനമന്ത്രിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഒരു സ്കാനർ വെക്കുന്നുണ്ട്. ആ സ്കാനറിൽ സ്കാൻ ആക്കാം. 20 ലക്ഷം ആൾക്കാരെ രജിസ്ട്രേഷൻ പോകണം. അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ആക്കാം വീഡിയോ. പറ്റുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക. നമ്മളെ കേരളത്തിനെ സേഫ് ആക്കാൻ നോക്കുക.